കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകുകയാണ്. സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി വീണ്ടും യോഗം ചേരുകയാണ്. കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും പേരുകൾ പട്ടികയിലുണ്ടോ എന്നതിലാണ് ആകാംക്ഷ. നേരത്തെ ഇരുവരുടെയും ആവശ്യത്തിന് ഹൈക്കമാൻഡ് വഴങ്ങിയെന്ന സൂചനകൾ പുറത്തുവന്നിരുന്നു. വിനീത വി.ജി. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, ഇന്നത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിൽ ഈ രാവിലെ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ പറഞ്ഞത്. ഈ ദിവസം മുഴുവൻ അങ്ങനെയായിരുന്നു പ്രതികരണം. പക്ഷേ ഇപ്പോഴും തിരക്കിട്ട ചർച്ചകൾ, കൂടിയാലോചനകൾ തുടരുകയാണ്. എന്തുകൊണ്ട് ഈ വൈകൽ? എപ്പോഴേക്കൊരു ഔദ്യോഗിക പ്രഖ്യാപനം ബാക്കിയുള്ള 40 മണ്ഡലങ്ങളിൽ ഉണ്ടാകും? ദില്ല, ഇന്ന് വൈകിട്ട് 4:30 കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ആദ്യഘട്ട യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പുതുച്ചേരിയുടെ യോഗമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കേരളം കൂടാതെ അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നേതാക്കളുമായും യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ യോഗം ഉണ്ടായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ അസമിന്റെ യോഗം കഴിഞ്ഞു. പിന്നാലെ കേരളത്തിന്റെ യോഗം ആരംഭിക്കുകയും എന്നാൽ പിന്നീട് ആ യോഗത്തിന് ശേഷം പുതുച്ചേരിയിലെ യോഗമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതുച്ചേരിയിലെ യോഗത്തിന് ശേഷമാണ് വീണ്ടും കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരിക്കുന്നത്. കേരളത്തിലെ നേതാക്കളുടെ യോഗമാണ് വീണ്ടും ചേർന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ചില മണ്ഡലങ്ങൾ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു അന്തിമ ധാരണയിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും യോഗം ചേർന്നിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴും ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് നേതൃത്വം CEC-ക്ക് മുൻപിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തന്നെയാണ്, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് നിലവിൽ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പെരുമ്പാവൂരിൽ നേരത്തെ എൽദോസ് കുന്നപ്പള്ളിയുടെ പേരാണ് ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആ പേര് പരിഗണിക്കുന്നില്ലെന്നും പകരം മനോജ് മുത്തേടത്തിന്റെയും ഉല്ലാസ് തോമസിന്റെയും പേരുകളാണ് പെരുമ്പാവൂർ മണ്ഡലത്തിലേക്ക് പരിഗണനയിലുണ്ടായിരുന്നത്. ഇങ്ങനെ 2 പേരുകൾ വീതം നൽകിയ ചില മണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പെരുമ്പാവൂർ തന്നെയാണ്. ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്തിമഘട്ട ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ പെരുമ്പാവൂരിൽ ഉല്ലാസ് തോമസും ഒപ്പം തന്നെ മനോജ് മൂത്തേടത്തിന്റെയും പേരുകളാണ് അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുൻപിൽ നേതൃത്വം നൽകിയിരിക്കുന്ന ഒന്നിലധികം പേരുകളുള്ള മണ്ഡലങ്ങളുള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമഘട്ട ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ ഉല്ലാസ് തോമസിന്റെ പേരിന് തന്നെയാണ് ഒരു മുൻതൂക്കമുള്ളത്. ഒപ്പം തന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ഷിയാസിന്റെയും ഒപ്പം ദീപ്തി മേരി വർഗീസിന്റെയും പേരുകളുണ്ട്. ഈ 2 ആളുകളുടെ പേരുകളാണ് ആ മണ്ഡലത്തിലേക്കായി പരിഗണനയ്ക്കായി നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേരുകൾ അന്തിമഘട്ട ചർച്ചയിൽ എത്തുകയും പിന്നീട് അത് തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിക്കട്ടെ, അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് സമിതി എടുക്കട്ടെ എന്ന് നൽകിയ ചില മണ്ഡലങ്ങളുണ്ട്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്തിമഘട്ട ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നത്. ഒരു പാനലാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നതിൽ ആലപ്പുഴയിൽ റിഗോ രാജുവിന്റെയും ഒപ്പം തന്നെ AD തോമസിന്റെയും പേരുകളാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി, കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി തന്നെയാണ് ഇവിടെയും തീരുമാനമെടുക്കുന്നത്. നെടുമങ്ങാട് മീനാങ്കൽ കുമാറിന്റെയും BRM ഷഫീറിന്റെയും പേരുകളാണ് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരുന്നത്. ഇതിൽ ഏറ്റവും അവസാനത്തെ ഒടുവിലത്തെ തീരുമാനമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമിതി തന്നെയാണ് എടുക്കുക. ഒപ്പം വാമനപുരത്ത് പാലോട് രവിയുടെയും ഒപ്പം തന്നെ സുധീർ ഷാ പാലോടിന്റെയും പേരുകൾ അന്തിമഘട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും തെരഞ്ഞെടുപ്പ് സമിതിക്കാണ് അന്തിമ തീരുമാനം നേതാക്കൾ വിട്ടു നൽകിയിരിക്കുന്നത്. ഇടുക്കിയിൽ ജോയി വെട്ടിക്കുഴി, റോയി കെ പൗലോസ് എന്നിവരുടെ പേരുകളാണ് ഒടുവിലായി ചർച്ചകൾക്ക് ശേഷം ഒടുവിലായി പരിഗണനാ പട്ടികയിലുള്ളത്. അതിൽ ആരെ സ്ഥാനാർത്ഥിയാകണമെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടതും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി തന്നെയാണ്. ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയമാണ് ഇനി നടക്കേണ്ടത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ഇപ്പോൾ വീണ്ടും ചേരുകയാണ്. ഇതിനുശേഷം കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.